വലിയ വൻകിട വികസന പദ്ധതിയുടെ മറവിലാണ് ഈ പൊളിക്കലെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അഗത്തിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ധന്യ, അഗത്തി ദ്വീപിൽ ഇപ്പോൾ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ലക്ഷ്യമിടുന്നത് ഒരു വലിയ സിറ്റി സെന്റർ എന്ന പ്ലാനാണ്. അത് അഗത്തിയിലെ വെസ്റ്റേൺ ബോട്ട് ജെട്ടിയോട് ചേർന്നിട്ടുള്ള കച്ചേരി എന്ന പ്രദേശം ഏതാണ്ട് പൂർണ്ണമായും അവിടെ ഈ പൊളിച്ചെടുക്കൽ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ്, ഒരു വെള്ളിയാഴ്ചയിലാണ് ഈ അഗത്തി പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടം പൊളിച്ചു മാറ്റിയത്. നമുക്കറിയാം, ഈ 2017 മാത്രം ഉദ്ഘാടനം ചെയ്ത പുതിയ ഒരു കെട്ടിടമാണ്, മനോഹരമായ ഒരു കെട്ടിടമാണ്. അതിനെ പൂർണ്ണമായും ബുൾഡോസർ വെച്ച് തകർത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഓഫീസ് തന്നെ പൊളിച്ചു മാറ്റുമ്പോൾ പകരം സംവിധാനം എന്ത് എന്നത് സ്വാഭാവികമായും നമ്മൾക്ക് സംശയിക്കേണ്ടതാണ്. പക്ഷേ 2.5 വർഷത്തോളമായി ലക്ഷദ്വീപിൽ പഞ്ചായത്ത് ചെയർപേഴ്സണോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരോ ഇല്ല. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ തന്നെ പുതിയ അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം നടത്തിയിട്ടില്ല. അതുകൊണ്ട് നേരത്തെയുള്ള മെമ്പർമാരും ചെയർപേഴ്സണും ഒക്കെ അവരുടെ കാലാവധി പൂർത്തീകരിച്ച് പോയിരിക്കുന്നു. പുതിയ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുമില്ല. പഞ്ചായത്ത് ജനാധിപത്യ സംവിധാനം ഈ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ പൊളിക്കുക എന്ന് പറയുമ്പോൾ ആളുകളുടെ ആവശ്യങ്ങൾ, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നതുകൂടിയാണ് വ്യക്തമാവുന്നത്. പകരം സംവിധാനം എന്തുകൊണ്ട് ഒരുക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ദ്വീപ് പഞ്ചായത്തുകളും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളും നേരത്തെ ഉണ്ടായിരുന്നു. ഇത് മുഖേനയാണ് അവരുടെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നിരുന്നത്. മറ്റൊന്ന് ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം മാത്രമാണ്. ഇപ്പോൾ ലക്ഷദ്വീപിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് പാർലമെന്റ് അംഗമാണ്. ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഒരു ദ്വീപിലുമില്ല. 10 ദ്വീപിലും ഇത്തരം പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനിടയിലാണ് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസ് തന്നെ പൊളിച്ച് കളഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോർട്ട് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, പാസഞ്ചേഴ്സ് ലോഞ്ച് തുടങ്ങിയിട്ടുള്ള നിരവധി സ്ഥാപനങ്ങൾ, PWDയുടെ ഒരു സ്റ്റോറ്, പുതിയ സ്റ്റോർ പൊളിച്ചിരിക്കുന്നു, പഴയ സ്റ്റോർ പൊളിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അരി ഗോഡൌണുകൾ, 2 അരി ഗോഡൌണുകൾ പൊളിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, അഗത്തി ദ്വീപിൽ ധാരാളമായി ടൂറിസ്റ്റുകൾ, ആഭ്യന്തരവും വിദേശികളുമായ ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തിച്ചേരുന്ന ഒരു ദ്വീപ് കൂടിയാണ്. അവിടെ ഒരു ഗോൾഡൻ ജൂബിലി മ്യൂസിയം ടൂറിസ്റ്റുകൾ സ്ഥിരമായി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു മാസത്തിനകമാണ് ആ മ്യൂസിയം ഇപ്പോൾ പൊളിച്ചിരിക്കുന്നു. താൽക്കാലികമായി ഇതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു എന്നൊരു ബോർഡ് മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പദ്ധതി ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, അതിനപ്പുറത്തേക്ക് നിയമപരമായിട്ട് ഇവർക്ക് എങ്ങനെ നീങ്ങാൻ സാധിക്കും? എങ്ങനെയാണ് NCPയും കോൺഗ്രസും ഒക്കെ ഇതിൽ പ്രതികരിക്കുന്നത്? പുതിയ ഘട്ടത്തിൽ പൊളിച്ചു നീക്കിയത് 13 കെട്ടിടങ്ങൾ ഇപ്പോൾ തന്നെ, ഓഫീസുകൾ ഇപ്പോൾ തന്നെ പൊളിച്ചു മാറ്റിയിരിക്കുന്നു. ഇനിയും ബാക്കിയുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള സാധ്യതയെ അവർ മുന്നിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചുറ്റുപാടും താമസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് കൂടി ഈ പൊളിച്ച് മാറ്റൽ വരുമോ എന്നൊരു ഭീതി കൂടി ആ പ്രദേശത്ത് ഇപ്പോഴുണ്ട്. ഏതായാലും ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് ലക്ഷദ്വീപിലുള്ള കോൺഗ്രസ്, NCP തുടങ്ങിയിട്ടുള്ള പാർട്ടികളെല്ലാം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ചകളിലാണ് ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെയും പൊളിച്ചു മാറ്റുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അഗത്തിയിൽ മാത്രമല്ല, നേരത്തെ കവരത്തിയിലും അതുപോലെ തന്നെ മറ്റു ദ്വീപുകളിലും ഒക്കെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നത് വെള്ളിയാഴ്ചകളിലാണ്. വെള്ളിയാഴ്ചകളിലെ ഈ പൊളിച്ചു മാറ്റൽ വൈകുന്നേരങ്ങളിൽ നടക്കുമ്പോൾ പിന്നീട് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഈ കേരളത്തിലുള്ള കോടതികളെ സമീപിച്ച് സ്റ്റേ വാങ്ങാനുള്ള ഒരു സമയം പോലും ഇവർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആ തരത്തിൽ വളരെ ആസൂത്രിതമായാണ് ലക്ഷദ്വീപ് ഭരണകൂടം കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടുകൂടി, മാത്രമല്ല ജനപ്രതിനിധികൾ ഇല്ലാത്തത് അത് ഒരുപക്ഷെ അവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ച് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവരുടെ നിത്യജീവിതത്തിൽ തന്നെ ബാധിക്കപ്പെടുന്ന തരത്തിലല്ലേ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും നടത്തുന്നില്ല. ആകെ ദ്വീപിലുള്ളത് MP മാത്രമാണ് ജനപ്രതിനിധിയായിട്ട് എന്നുള്ളത്. ആ രീതിയിൽ എന്തായിരിക്കും കേന്ദ്രം ഉദ്ദേശിക്കുന്നത്? ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപിൽ നമുക്കറിയാം, പ്രഫുൽ കോട പട്ടേൽ ഈ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നിരവധി മാറ്റങ്ങൾ അവിടെ നടക്കുന്നത്. അതിനിടയിൽ ജനകീയമായ ചില സമരങ്ങൾ ലക്ഷദ്വീപിൽ നടന്നിരുന്നു. ഈ സമരങ്ങൾക്ക് അവിടെയുള്ള ഈ ദ്വീപ് പഞ്ചായത്തുകളുടെ ചെയർപേഴ്സൺ, അവിടെയുള്ള അംഗങ്ങൾ, അതുപോലെ തന്നെ ഈ ജനപ്രതിനിധികൾ മുന്നിൽ നിന്നുകൊണ്ട് സമരം നയിച്ചിരുന്നു. അതിനുശേഷമാണ് പൊടുന്നനെ ഇവരുടെ കാലാവധി തീരുകയും അടുത്തൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് പകരം ആ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇപ്പോൾ 2.5 വർഷക്കാലമായി ആ തെരഞ്ഞെടുപ്പുകൾ നടക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷദ്വീപിൽ ഈ ജനപ്രതിനിധികളില്ലാത്തത്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി നടക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിരവധിയായ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ അത്തരം പ്രശ്നങ്ങളിലൊന്നും പരിഹാരമില്ലാതെ അവർ വളരെയധികം നിരാശയോടുകൂടിയാണ് തുടരുന്നത്. നമ്മൾ നേരിട്ട് ലക്ഷദ്വീപിലെത്തിയപ്പോൾ അഗത്തി ദ്വീപിൽ സന്ദർശനം നടത്തുന്നതിനിടയിൽ ഈ ജനങ്ങളുമായി, അഗത്തിയിലുള്ള മനുഷ്യരുമായി നമ്മൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു, അവരുമായി സംസാരിച്ചിരുന്നു. അവരിൽ ഓരോരുത്തരും പങ്കുവെക്കുന്നത് ഇത്തരത്തിലുള്ള ആശങ്കകൾ തന്നെയാണ്. മാത്രമല്ല, തൊട്ടടുത്തുള്ള ദ്വീപുകളിലും തലസ്ഥാനമായ കവരത്തിയിലും സമാനമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു മ്യൂസിയം താൽക്കാലികമായി വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ട ഒരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിൽ തന്നെ
ഒരു വലിയ ലൈബ്രറി ഉണ്ട്. ലക്ഷദ്വീപിലെത്തുന്ന സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ആ നാടിന്റെ പൈതൃകം, ചരിത്രം, അതിന്റെ അവരെ ജീവിച്ചു പോന്ന ഒരു ചരിത്രം മുഴുവൻ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മ്യൂസിയമാണ്. ആ മ്യൂസിയമാണ് പകരം സംവിധാനമില്ലാതെ ഒറ്റയടിക്കത് പൊളിച്ച് മാറ്റുന്നത്. മാത്രമല്ല ഇവരുടെ ആശങ്ക നേരത്തെ മുജീബ് പറഞ്ഞതുപോലെ താമസ സ്ഥലം ഇല്ലെങ്കിൽ വീട് ഉൾപ്പെടെ നഷ്ടമാകുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് ഏതു തരത്തിലായിരിക്കും ഇവരുടെ പരാതി ഇല്ലെങ്കിൽ നിയമപരമായിട്ട് ഇവർക്കുള്ള വഴികൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ അസ്വാഭാവിക നടപടിയാണ്, മുന്നറിയിപ്പില്ലാതെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? തീർച്ചയായും ഇപ്പോൾ സർക്കാരിന്റെ അധീനതയിലുള്ള ഗോഡൌണുകളും മറ്റുമൊക്കെ പൊളിച്ചു നീക്കുമ്പോൾ ആളുകൾ ഒരുപക്ഷെ നേർക്കുനേരെ ഒരു പരാതിയുമായി അല്ലെങ്കിൽ നേർക്കുനേരെ ഒരു പ്രതികരണവുമായി അവർ വരുന്നില്ല. പക്ഷേ അവർ താമസിക്കുന്ന അവരുടെ വീടും അവരുടെ കിടപ്പാടവും ഒക്കെ സർക്കാർ കൈവെക്കുമ്പോൾ അവിടേക്ക് ബുൾഡോസറുകൾ ഉരുണ്ടെത്തുമ്പോൾ തീർച്ചയായും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ പാർട്ടികൾക്കപ്പുറമായി രാഷ്ട്രീയ ഭേദമന്യേ ഈ ജനകീയമായ സ്വഭാവത്തിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ കോടതികളിൽ ഇതിനെ നിയമപരമായി നേരിടാനുമുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള പാർട്ടികളും പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നു. ലക്ഷദ്വീപിൽ നേരത്തെ ഉണ്ടായിരുന്ന സൗത്ത് SB സ്കൂൾ എന്ന് പറയുന്ന ഒരു മനോഹരമായ സ്കൂൾ, ഒരു പ്രൈമറി സ്കൂൾ, ആ പ്രൈമറി സ്കൂളിന്റെ കെട്ടിടം പുതുതായി നിർമ്മിച്ച മനോഹരമായ ആ കെട്ടിടം ഉള്ള ആ സ്കൂളിനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അടച്ചുപൂട്ടുന്നു. അവിടെയുള്ള ചെറിയ കുട്ടികൾക്ക് പകരം സംവിധാനം ഇല്ലാത്ത ഒരു സാഹചര്യം വരുന്നു. പല കുട്ടികളും അതുകൊണ്ട് തന്നെ പഠനം നിർത്തേണ്ടുന്ന ഒരവസ്ഥ പോലും ഉണ്ടായിരിക്കുന്നു. അവരോട് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന നിർദ്ദേശം ഇതേ ദ്വീപിന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് വേറൊരു സ്കൂളുണ്ട്, ഈ കുട്ടികൾക്ക് ആ സ്കൂളുകളിലേക്ക് പോകാവുന്നതാണ് എന്ന നിർദ്ദേശം മാത്രമാണ് അഡ്മിനിസ്ട്രേഷൻ നൽകുന്നത്. അപ്പോൾ ചെറിയ കുട്ടികൾ പഠിക്കുന്ന പ്രൈമറി വിദ്യാലയങ്ങൾ പോലും അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ലക്ഷദ്വീപിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അഗത്തിയിലുള്ള പ്രൈമറി സ്കൂൾ അടച്ചുപൂട്ടുകയാണ് ചെയ്തതെങ്കിൽ അത് കവരത്തിയിലെത്തുമ്പോൾ അവിടെ സ്കൂളുകൾ പൊളിച്ചു മാറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതാണ്ട് 1-2 വർഷങ്ങൾക്കപ്പുറം തുടങ്ങി വെച്ച ഈ ഒരു തരത്തിലുള്ള രീതികൾ അത് വൻകിട ബിസിനസ് പദ്ധതികൾ അതുപോലെ തന്നെ ടൂറിസത്തിന്റെ വൻകിട ടൂറിസം പ്രൊജക്ടുകളാണ് കേന്ദ്ര സർക്കാർ ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ നമുക്ക് നേരിൽ കാണാൻ പറ്റിയ ഒരു കാര്യം, ഈ അഗത്തി എന്ന ജനവാസമുള്ള ദ്വീപിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ ഒരു സാറ്റലൈറ്റ് യൂണിറ്റ് പോലെ പ്രവർത്തിക്കുന്ന ജനവാസമില്ലാത്ത മറ്റൊരു ഐലൻഡാണ് ബംഗാരം. ബംഗാരം ഇന്ന് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ഹൈഫൈ റിസോർട്ടുകൾ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഗുജറാത്തിൽ നിന്നുള്ള പ്രൈവേറ്റ് ഗ്രൂപ്പാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വലിയ തോതിൽ ദ്വീപിന്റെ ഒരു പാരിസ്ഥിതികമായ പ്രാധാന്യം പോലും പരിഗണിക്കാത്ത തരത്തിലുള്ള വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന്റെ തൊട്ടടുത്തുള്ള തിണ്ണകര ഐലൻഡിലും ആ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു.